ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ആകെ മൊത്തം പാട്ടായിരിക്കുകയാണ്. കനകയുടെയും ഗോവിന്ദൻ്റെയും ഒക്കെ ആ ഒരു തീരുമാനം. നമ്മുടെ ദേവയാനി ഇനി മുതൽ അങ്ങോട്ട് നയനെ സ്നേഹിക്കാതെ, അല്ലെങ്കിൽ ദേവയാനി ചെന്ന് സ്നേഹത്തോടുകൂടി ആരുടെയും നിർബന്ധമൊന്നുമില്ലാതെ കൂട്ടിക്കൊണ്ടു വരാതെ ഇനി മകളെ തിരിച്ചയക്കില്ല എന്ന ഒരു തീരുമാനത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ്. കനകയ്ക്കും ഗോവിന്ദനൊക്കെ അറിയാം ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ദേവയാനി ഇവരെ തിരിച്ചു വിളിക്കാൻ വേണ്ടി വരും. ഉറപ്പായിട്ടും നമ്മുടെ നയനെ ഇല്ലാതെ ദേവയാനിക്ക് പറ്റില്ല എന്ന്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഏതായാലും ഈ പണിയൊക്കെ പണിതിട്ട് നമ്മുടെ ഗോവിന്ദനാണെങ്കിലോ ഭയങ്കരമായിട്ട് അഭിനയിച്ച് നടക്കണം. അപ്പം ഗോവിന്ദനാണെങ്കിൽ പെട്ടെന്ന് കനകേനെ റൂമിനകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയിട്ട്, എന്തായാലും ഗോവിന്ദേട്ടൻ ഇത്രമാത്രം അഭിനയിക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കാര്യം പോട്ടെ, ഞാൻ അഭിനയിക്കും. പക്ഷെ ഗോവിന്ദേട്ടനുണ്ടല്ലോ ഞെട്ടിച്ച് കളഞ്ഞില്ലേ. അപ്പം നമ്മുടെ നന്ദുവും പറഞ്ഞു, അയ്യോ അല്ലെങ്കിൽ ശരിയാണ് കേട്ടോ അച്ഛൻ ഞെട്ടിച്ച് കളഞ്ഞു. ഞാനും സത്യത്തിൽ ഞെട്ടിപ്പോയി. എങ്കിലും ഇതെന്തൊരു അഭിനയമായിരുന്നു. അത് പിന്നെ അഭിനയം ഒട്ടും കുറയ്ക്കണ്ടെന്ന് തന്നെ കരുതി. അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള സ്നേഹം അത് കൈയോടുകൂടി നമുക്ക് പൊക്കണമല്ലോ. അപ്പം പിന്നെ ഞാൻ കുറച്ച് ഗൗരവത്തോടു കൂടി അങ്ങ് നിന്നതാ. എൻ്റെ മോളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഇതുവരെ ഞാൻ അവളുടെ മുമ്പിൽ ഇതുപോലെ ദേഷ്യത്തോട് നിന്ന് സംസാരിക്കാൻ ഒരു അവസരം മോൾ ഉണ്ടാക്കിയിട്ടില്ല. ഇതും മോൾ ഉണ്ടാക്കുന്ന ഒന്നുമല്ല. എങ്കിലും എനിക്ക് വല്ലാത്തൊരു പ്രയാസമൊക്കെ തോന്നുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനക പറഞ്ഞു, ഗോവിന്ദേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കുമെന്ന് വേണ്ട. നമ്മളിപ്പം വെറുതെ അല്ലേ, ഇത് ചുമ്മാ തമാശയ്ക്കല്ലേ, നമ്മൾക്കും കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയല്ലേ നമ്മൾ അറിഞ്ഞുവെന്ന് അവരറിയണം. അപ്പം അതിനുവേണ്ടിയല്ലേ നമ്മളിത് ചെയ്യുന്നത്. അവർ നമ്മുടെ കാര്യം വന്ന് വീണിട്ട് പറയണം, ഇതെൻ്റെ മരുമകളല്ല മകളാണെന്ന്. അതിനൊക്കെ വേണ്ടിയല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടൊന്ന് കണ്ണടച്ച് ഗോവിന്ദേട്ട അഭിനയിച്ചങ്ങോട്ട് തകർക്കാൻ ഇങ്ങനെ പറയാം. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നവ്യ നയനയുടെ അടുത്ത് ചെന്നിട്ട്, ഇത് എന്തു പറ്റി നയനെ നമ്മുടെ അച്ഛന്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കും അറിയില്ല ചേച്ചി എന്താ പറ്റിയതെന്ന്. അച്ഛൻ ഇതുവരെ സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കലും അച്ഛൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോലുമില്ല. പക്ഷേ അച്ഛനിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്നൊന്നും എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഏതായാലും അച്ഛനും അമ്മയും എന്തൊക്കെയോ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അല്ല, അച്ഛനും അമ്മയും പറയുന്നതിലും കാര്യമില്ലേ നയനെ? അതുപോലെയല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നീയും നിൻ്റെ അമ്മായിയമ്മയും പൊരിഞ്ഞടിയല്ലേ. അവളെന്നല്ല സോറി, അമ്മായി ഇതുവരെ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടോ? മരുമകളുടെ സ്ഥാനത്ത് കണ്ടിട്ടുണ്ടോ? ആദർശേട്ടൻ നിന്നെ കാണുന്നുണ്ട് ഭാര്യയുടെ സ്ഥാനത്ത്. എങ്കിൽ പോലും നീ ഇത്രമാത്രം ആ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ വീടിന് വേണ്ടി നീ എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് പോലും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കല്ലേ ചെയ്യുന്നത്. എൻ്റെ കാര്യം പോട്ടെ, എൻ്റെ സ്വഭാവം പോലെയാണോ നിൻ്റെ സ്വഭാവം? നമ്മുടെ രണ്ടുപേരുടെയും സ്വഭാവം കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയന, നിന്നെ ഇപ്പം മുത്തശ്ശനും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നത് പോലെ നിൻ്റെ അമ്മായിയമ്മയും നിന്നെ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. പക്ഷെ അതൊന്നും കാണാനോ അതൊന്നും കേൾക്കാനോ ഒന്നും കൂട്ടാക്കുന്നില്ല നിൻ്റെ അമ്മായിയമ്മ. അപ്പം പിന്നെ അച്ഛനും അമ്മയും അടുത്ത് കാണുമായിരിക്കും. നിൻ്റെ ജീവിതം വെച്ച് എന്തിനാ വെറുതെ അമ്മാനെ മടുത്തത്? അതുമല്ല, നിനക്കിപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം മോത്തീസ് ജ്വല്ലറിയിൽ നിന്ന് മാറിയാലും വേറൊരു ജ്വല്ലറിയിൽ നിനക്ക് നല്ലൊരു അവസരം കിട്ടും. നിന്നെ കൊത്തിപ്പറിച്ചുകൊണ്ട് പോകാൻ ഒത്തിരി ജ്വല്ലറിക്കാർ കാണും. അപ്പം അതുകൊണ്ടൊക്കെ ഇനിയിപ്പം നീ എന്തിനാ വെറുതെ അവിടെ കഷ്ടപ്പെടുന്നതെന്ന് ഓർത്തിട്ടായിരിക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത്? എനിക്ക് അവിടെ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഇപ്പം അടുക്കള ജോലി പോലും ഞാൻ ചെയ്യുന്നില്ല. എന്നെ ഇപ്പം അടുക്കളയിൽ കയറ്റാറില്ലല്ലോ. അതുമാത്രമല്ല, ആദർശേട്ടൻ എന്നെ അതിന് മാത്രം ജീവന്, എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നത്. മുത്തശ്ശി ആദർശേട്ടൻ, അതുപോലെ ആദർശേട്ടൻ്റെ അച്ഛൻ, അവരെയൊക്കെ കണ്ടില്ലെന്ന് ഞാൻ എങ്ങനെയാണ് നടിക്കണത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ നവ്യയ്ക്കും നയനയ്ക്കും ഒന്നും അറിയില്ല. നവ്യോടും ഒന്നും പറയുന്നൊന്നുമില്ല. നമ്മുടെ കനകയും ഗോവിന്ദനും നന്ദുവും ഈ സമയം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കാര്യം അറിഞ്ഞല്ലോ. അതായത് മരുമകളെ ഇങ്ങോട്ടേക്ക് വിടണമെങ്കിൽ അമ്മായിയമ്മ സ്നേഹിച്ച് തുടങ്ങണം. അമ്മായിയമ്മ പോയി സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവരണം. ഇതറിഞ്ഞതും സമാധാനം നഷ്ടപ്പെട്ട നമ്മുടെ ദേവയാനി എന്ത് ചെയ്തു? നേരെ കനകയെ വിളിക്കുകയാണ്. അങ്ങനെ ദേവയാനി ഫോൺ എടുത്ത് കനകയെ വിളിച്ചതും കനക ഫോൺ നമ്പർ കണ്ടപ്പോൾ തന്നെ വിളിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള വിളിയാണെന്നാ മോളെ തോന്നുന്നത്. ഏതായാലും വിളിക്കട്ടെ.
ഞാൻ ഇപ്പം തന്നെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു. ഫോൺ എടുക്കുന്നതിന് മുമ്പായിട്ട് നയന പറഞ്ഞു, അമ്മ വേണ്ട, അമ്മേ വേണ്ട, വെറുതെ എന്തിനാ ആദർശേട്ടൻ്റെ അമ്മേനെ സങ്കടപ്പെടുത്തുന്നത്? ഹോ, എന്തു സങ്കടമാണ് നിൻ്റെ അമ്മായി അമ്മയ്ക്കുള്ളത്? നീ അങ്ങോട്ടേക്ക് ചെന്നില്ലെങ്കിൽ സന്തോഷം മാത്രമേ ഉള്ളൂ നയനെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. അങ്ങനെ ഫോൺ എടുത്തിട്ട് ചോദിച്ചു, അത് പിന്നെ ദേവയാനി ചേച്ചി എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചത്? എന്താ നയനയുടെ ഫോണിലേക്ക് വിളിക്കാതെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചത്? അത് പിന്നെ എനിക്ക് കനകയെ നിന്നോടാ സംസാരിക്കാനുള്ളത്, അതുകൊണ്ടാണ് നിൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. അല്ല, ഇവിടുന്ന് 7ാം മാസ ചടങ്ങിന് കൂട്ടിക്കൊണ്ട് പോയ ഒരാളുണ്ട്, അയാളെ ഞാൻ തിരക്കുന്നില്ല. പക്ഷേ അല്ലാതെ 2 ദിവസം കഴിഞ്ഞ് വിടാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരാളെ കൂട്ടിക്കൊണ്ട് പോയല്ലോ. എൻ്റെ അല്ല, ആദർശിൻ്റെ ഭാര്യ. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറഞ്ഞു, അതെ, ആദർശിൻ്റെ ഭാര്യ തന്നെയാണ് നയന, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇതുവരെ നയന നിങ്ങളുടെ മരുമകളായിട്ട് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനു ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്? അത് പിന്നെ അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കണം. ഇവിടെയാ അവൾ താമസിക്കേണ്ടത്, അവളുടെ വീട് ഇവിടെയാ, അറിയാലോ. അതുമാത്രമല്ല, അവളിപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ ചീഫ് ഡിസൈനറാണ്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞപ്പം, അത് നടക്കില്ല ദേവയാനി ചേച്ചി, എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് എന്തിനാ പറഞ്ഞു വിടുന്നത്? ദേവയാനി ചേച്ചിക്ക് എൻ്റെ മോളെ ഇഷ്ടമാണോ? അല്ലല്ലോ. അവളെ ആരിഷ്ടപ്പെടാനാ? എനിക്കൊന്നും അവളെ ഇഷ്ടമല്ല. പിന്നെ എന്തിനു പറഞ്ഞു വിടണം? എന്തിനു ഞാൻ എൻ്റെ മകളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടണം? അതിൻ്റെ കാര്യമുണ്ടോ? ഒരിക്കലും അതിൻ്റെ കാര്യമില്ല. ഇത് എൻ്റെ തീരുമാനം മാത്രമല്ല കേട്ടോ, ഗോവിന്ദേട്ടൻ്റെ തീരുമാനവും കൂടിയാ. ഏതായാലും ഇനി ഇവളിവിടെ കുറച്ച് നാൾ നിൽക്കട്ടെ, കുറച്ച് നാളത്തേനല്ല. ഇനിയിപ്പം അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനേ ഞങ്ങൾക്ക് താല്പര്യമില്ല. അബദ്ധത്തിൽ അർഹതയില്ലാത്ത കല്യാണത്തിലല്ലേ എൻ്റെ മോള് വന്ന് പെട്ടത്? അർഹതയില്ലാത്ത സ്ഥലത്തല്ലേ എൻ്റെ മക്കൾ കയറി വന്നത്? അപ്പം പിന്നെ ഇനിയിപ്പം അർഹതയില്ലാത്ത ഇടത്തേക്ക് വിടാൻ എനിക്ക് തീരെ താല്പര്യമില്ല ദേവയാനി ചേച്ചി. അതുകൊണ്ട് ദേവയാനി ചേച്ചി ഒരു കാര്യം ചെയ്യ്, ഫോൺ ഇപ്പോൾ കട്ട് ചെയ്തോ. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ എൻ്റെ മകളെ അങ്ങോട്ട് സ്നേഹിക്കുക, എൻ്റെ മകളെ സ്വന്തം മരുമകളായിട്ട് അംഗീകരിച്ച് സ്നേഹിക്കുക, എന്നിട്ട് ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോക്കോ. അല്ലാതെ എൻ്റെ മകളെ ഞാൻ അങ്ങോട്ടേക്ക് തൽക്കാലം വിടില്ല എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ദേവയാനിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയില്ല. ദേവയാനിക്ക് എന്ത് ചെയ്യണം, എന്ത് പറയണമെന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. ഏതായാലും ഇത് കേട്ട് തലയിൽ തീ കത്തി നിൽക്കുകയാണ് ദേവയാനി. ഈ സമയത്ത് നമ്മുടെ നയന കനകദുർഗയോട് പറഞ്ഞു, എന്തിനാ അമ്മ വെറുതെ അമ്മേനെ വിഷമിപ്പിച്ചത്? എന്ത് വിഷമം? നീ ചെല്ലാത്തതുകൊണ്ട് ആ ദേവയാനി ചേച്ചിക്ക് സമാധാനം മാത്രമേ ഉള്ളൂ. നീ ചെല്ലുന്നില്ലല്ലോ, അതിൻ്റെ സന്തോഷവും സമാധാനവും അവർക്ക് ഉണ്ടാകട്ടെ. നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല. അന്നതേ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ തന്നെ എന്തൊക്കെയാണ് സംസാരിച്ചത്, പറഞ്ഞത്? ഇനി എന്തിനാ വെറുതെ നീ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ മകൾ അങ്ങനെ ആർക്കും ബാധ്യതയാകുന്നതേ എനിക്കിഷ്ടമല്ല. എനിക്ക് മാത്രമല്ല, ഇവിടെ ഗോവിന്ദേട്ടനും ഇഷ്ടമല്ല എന്നൊക്കെ പറയാം. ഇതൊക്കെ കേട്ടതും വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നയനയും ഉള്ളത്. നയനയ്ക്കും അറിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന്. ഈ സമയത്ത് നമ്മുടെ ആദർശിൻ്റെ അടുത്തേക്ക് ദേവയാനി ചെല്ലുകയാണ്. അങ്ങനെ ദേവയാനി ചെന്നിട്ട് ആദർശിനോട് കാര്യങ്ങളൊക്കെ പറയുക. ഇങ്ങനെയാണ് സംഭവം, നിന്റെ അമ്മായിയമ്മയുണ്ടല്ലോ, അവളുടെ തള്ള കനക വിളിച്ചിട്ട് അതും ഇതുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ലെന്നാണ് പറയുന്നത്. ഏതായാലും അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടില്ലെങ്കിൽ നിനക്കത് വിഷമാവൂല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അത് പിന്നെ അമ്മേ, അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ അങ്ങോട്ടേക്ക് ചെന്ന് അവളുടെ കാല് പിടിക്കണം അത്രേ. അവളോട് സ്നേഹമുള്ള ഒരു അമ്മായിയമ്മയായിട്ട് ഞാൻ പെരുമാറണം പോലും, എങ്കിൽ മാത്രമേ അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടത്തുള്ളെന്നാ നിന്റെ അമ്മായിയമ്മ പറഞ്ഞത്. ഞാൻ അവളുടെ കാല് പോയി പിടിക്കണോ? ഒരു പ്രാവശ്യം ഞാൻ പോയതല്ലേ. നിന്റെ അഭിപ്രായം എന്താ? അത് പിന്നെ വേണ്ട, ഒരിക്കലും അമ്മ അവിടെ പോകുമോ കാല് പിടിക്കുമോ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും നയനയുടെ അച്ഛനോ അമ്മയോ ഒന്നും എടുക്കില്ല. ആര് പറഞ്ഞു? ഞാനിപ്പം കനകേനെ വിളിച്ചപ്പം കനക എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. ഇതിനു മുമ്പായിട്ടേ നവ്യ അഭിനെ വിളിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അഭി ആയതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പം കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് വിശ്വാസമായി. കനകയുടെ വായിൽ നിന്ന് തന്നെയാണ് ഞാൻ എല്ലാം കേട്ടത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വരാം. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. മോന് വേണ്ടി ഞാൻ അവളെ വേണമെങ്കിൽ പോയി വിളിക്കാം. അയ്യോ, അതിൻ്റെ ആവശ്യമില്ലമ്മേ. അല്ല, മോന് സങ്കടം ഉണ്ടാകുമെങ്കിലേ അതിൻ്റെ ആവശ്യമുണ്ട്. മോൻ്റെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. മോന് അവളില്ലാതെ പറ്റില്ലെന്ന് എനിക്കറിയാം.
അതൊക്കെ അവർക്കറിയാം. എന്നിട്ട് അവർ ചൂഷണം ചെയ്യുന്നതാ. ആയിക്കോട്ടെ, ഈ ദേവയാനി എവിടെയും താഴാൻ തയ്യാറാ. അവളിവിടെ ഇല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും ജയേട്ടനും നിനക്കും ഒന്നും ഉറക്കം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരുന്നതിന് എനിക്ക് വേറൊരു താല്പര്യക്കുറവുമില്ല മോനെ എന്നിങ്ങനെ പറയാം. ഏതായാലും നമ്മുടെ ആദർശിന് വലിയ താല്പര്യമൊന്നുമില്ല ദേവയാനിയെ പറഞ്ഞു വിടുന്നതിന്. കാരണം ദേവയാനി ഒന്ന് പോയി കൂട്ടിക്കൊണ്ട് വന്നതാണല്ലോ. അപ്പം സ്വന്തം അമ്മ അവിടെ നാണം കെടണ്ടല്ലോ താഴണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം നമ്മുടെ ആദർശ് പോകണ്ട എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ദേവയാനിക്ക് പറ്റും അങ്ങനെ പോകാതിരിക്കാൻ. ദേവയാനി രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഏതായാലും ബാക്കി നമുക്ക് പിന്നെ കാണാം. നമ്മൾ ജനറൽ പ്രമോയിലൊക്കെ പറഞ്ഞ കഥ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പം നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പ്രമോ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണുമായിരിക്കാം. നമ്മുടെ ദേവയാനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്, ദേവയാനി ആദ്യം അമ്പിലും വില്ലിലും അടുക്കത്തൊന്നും ഇല്ലെങ്കിലും കനകയുടെയും ഗോവിന്ദൻ്റെയും ആ ഒരു എന്താ പറയുക പ്രത്യേക സാഹചര്യത്തിലുള്ള സ്വഭാവം കാരണം ഏറ്റവും ലാസ്റ്റ് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ദേവയാനിക്കും നയനിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതൊക്കെ വൺ ട്വിസ്റ്റുകളും അതുപോലെ തന്നെ രസകരമായ നിമിഷങ്ങളൊക്കെ നിറഞ്ഞൊരു എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പ്രമോ വിശേഷം, അതായത് ജനറൽ പ്രമോ വിശേഷവും അപ്കമിങ് വിശേഷങ്ങളൊക്കെ വേറൊരു ചാനലിൽ ഇടുന്നുണ്ട്. റിയൽ സ്റ്റോറി എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് നമ്മുടെ നയനിയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷവും പ്രമോ വിശേഷവും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ആവശ്യമുള്ളവർ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ റിയൽ സ്റ്റോറി ഒന്ന് അടിച്ചു കൊടുത്ത് നിങ്ങൾ നോക്കുക. കിട്ടിയില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.